അൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു. അമ്പിയാക്കൾ വെറുത്തിട്ടുള്ള, ഔലിയാക്കൾ വെറുത്തിട്ടുള്ളതായ എല്ലാ നീചവൃത്യങ്ങളും ചെയ്തവരാണ്. കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്, വ്യഭിചരിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്, മാതാപിതാക്കളെ അവഗണിച്ചവരാണ്, അവർ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടവരാണ്. പ്രിയപ്പെട്ടതാകുന്ന ദീനിന്റെ കാവൽപ്പടന്മാരാകാൻ തയ്യാറല്ല. അലിമീങ്ങളെയും ദീനിന്റെ അഹിലുകാരെയും മുത്തഅല്ലിമീങ്ങളെയും ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാണ്. പരലോകത്തെ ഗൗനിക്കാതെ ദുനിയാവിന്റെ പിറകെ നടന്നവനാണ്. ആഖിറത്തെ ഗൗനിക്കാതെ നടന്നവനാണ്. അവനാണ് ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഹബീബുനാ റസൂലുള്ളാഹിന്റെ വചനം ഒന്ന് ശ്രദ്ധിക്കണേ. ഖുർആൻ പഠിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞു വിടാത്തതാകുന്ന മക്കളല്ലേ, നമസ്കാരം ചിട്ടവെക്കാൻ സമയമുണ്ടായിട്ട് പോലും ആ നമസ്കാരത്തെ ഗൗനിക്കാത്തവരായി ഈ സമൂഹമില്ലയോ, സമുദായമില്ലയോ? അല്ലാഹുവിന്റെ റസൂലിനോട് അനുയായി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമൽ ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകി, അൽ ഹാലു വൽ മുർതഹീൽ, ഹാലും മുർതഹീലുമാണ്. ഖാലൂ വമൽ ഹാലു വൽ മുർതഹീൽ യാ റസൂലല്ലാഹ്, എന്താണ് ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? അർത്ഥമറിയാത്തത് കൊണ്ട് തന്നെ വിശദീകരിച്ച് ചോദിച്ച അനുയായികളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ഖതമ ഖത്മത ഇസ്തഅനഫ ഖത്മതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ ഫാത്തിഹ സൂറത്ത് മുതൽ പരിശുദ്ധമായ സൂറത്ത് നാസ് വരെ പാരായണം ചെയ്ത് അതിന്റെ പൂർത്തീകരണം എത്തിയതിനു ശേഷം വീണ്ടും ഇതാ ഫാത്തിഹ കൊണ്ട് തുടങ്ങി വെക്കുകയാണ്. വീണ്ടും ഇതാ സൂറത്ത് നാസ് വരെ ഓതി പൂർത്തീകരിക്കുകയാണ്. വീണ്ടും ഇതാ ഫാത്തിഹ കൊണ്ട് തുടങ്ങുകയാണ്. ഇങ്ങനെ ഖുർആൻ ആവർത്തിച്ച് ഓതിക്കൊണ്ട് നിലകൊള്ളലാണ് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് നബിയുനാ റസൂലുള്ളാഹി